ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 1 ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നനഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് 2026 എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു വർഷം 2026 വളരെയധികം നന്മകളും സമൃദ്ധിയും സന്തോഷവും വിജയവും ഒക്കെയുള്ള ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 4 വേർഡ്സ് നമുക്ക് പറയാവുന്നതാണ്. ഒന്നാമത്തേത് ഹെൽത്ത്, രണ്ടാമത്തേത് ഹാപ്പിനെസ്, മൂന്നാമത്തേത് അബണ്ടൻസ്, നാലാമത്തേത് സക്സസ്. ഈ 4 വാചകങ്ങൾ നമ്മൾ പറയുക. അത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഈ 4 വാചകങ്ങൾ മാത്രമാണ് പറയേണ്ടത്, വേറൊന്നും അതിൻ്റെ കൂടെ പറയേണ്ടത് പോലുമില്ല. 4 വാചകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ ആ വാചകങ്ങൾ എന്താണോ അതാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇയർ, അതായത് 2026 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏഞ്ചൽ മെസ്സേജസ്, ലോർഡ് ഗണേശസ് മെസ്സേജസ്, ഗോഡ്ഡസ് മെസ്സേജസ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. 2026 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് മദർ മേരി എക്സ്പെക്റ്റ് എ മിറാക്കിൾ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിറാക്കിൾ പ്രതീക്ഷിക്കാം എന്നാണ് ആ ഒരു കാർഡിൻ്റെ അർത്ഥം. ഹാവ് ഫെയ്ത്ത്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ വിശ്വസിക്കുക. ദാറ്റ് യുവർ പ്രേയേഴ്സ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഹാവ് ബീൻ ഹേർഡ്, തീർച്ചയായും ദൈവം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡ്ഡസ് കേട്ടിട്ടുണ്ട്. മദർ മേരി ആകാം. ആൻഡ് ആർ ബീയിങ് ആൻസേർഡ്, അതുകൊണ്ട് എന്തായാലും അവിടെ നിന്ന് ഒരു ഉത്തരം നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ സഫലമാകും എന്നാണ് ആ ഒരു കാർഡിൻ്റെ അർത്ഥം. രണ്ടാമത്തെ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്യൂരിഫിക്കേഷൻ. ഇപ്പോൾ പ്യൂരിഫിക്കേഷൻ്റെ ടൈമാണ്. ഇറ്റ്സ് എ ടൈം ഫോർ എ ക്ലെൻസിങ്, ഡിടോക്സിഫിക്കേഷൻ ഓഫ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എടുത്തു മാറ്റുക. കഴിഞ്ഞ കാലത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറന്നേക്കുക, എടുത്തു കളയുക, വേണ്ടാന്ന് വയ്ക്കുക, അതെല്ലാം റിമൂവ് ചെയ്യുക, ഇറേസ് ചെയ്യുക. രണ്ടാമത്തേത്, നിങ്ങളിൽ ഇരിക്കുന്ന ആ ഒരു ചുറ്റുപാട്, നിങ്ങളുടെ റൂമാകാം, നിങ്ങളുടെ ഓഫീസ് ടേബിളാകാം, അതിലുള്ള നിങ്ങൾക്ക് വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള തിങ്സ് എല്ലാം നിങ്ങൾ ഒഴിവാക്കുക. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് മുഴുവൻ നിങ്ങൾ വൃത്തിയാക്കുക. പിന്നെ നിങ്ങളുടെ ബോഡി, നിങ്ങൾക്ക് കല്ലുപ്പിട്ട വെള്ളത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വാഷ് ചെയ്യാവുന്നതാണ്. കടൽ ജലത്തിൽ നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ബോഡി നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാർഡ് പറയുന്നൊരു കാര്യം, ഫെർട്ടിലിറ്റി. ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് ടൈം ഫോർ യു ടു സ്റ്റാർട്ട് ന്യൂ പ്രൊജക്ട്. പുതിയ കാര്യങ്ങളെല്ലാം തുടങ്ങാനായിട്ട് പറ്റിയൊരു സമയമാണ്. ആക്സസ് ന്യൂ ഐഡിയാസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐഡിയാസ് കിട്ടും. ആൻഡ് ഗീവ് ബർത്ത്, ഒരുപക്ഷെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടും. ചിലപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആവും. ടു ന്യൂ കണ്ടീഷൻസ്, അതായത് പുതിയ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ടൈമാണെന്ന് പറയുന്നുണ്ട്. ഇനി ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നടക്കും. പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളിപ്പോൾ കേപ്പബിൾ ആണ്. അതാണ് ആ ഒരു സന്ദേശം എന്ന് പറയുന്നത്. നാലാമത്തെ കാർഡ് നിങ്ങളുടെ ഫ്രീഡത്തെക്കുറിച്ചാണ് പറയുന്നത്. യുവർ ഇൻഡിപെൻഡൻസ് ഈസ് എ ഫൗണ്ടേഷൻ
ഫോർ യുവർ സ്ട്രെങ്ത് ആൻഡ് സക്സസ്. അതായത് നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇൻഡിപെൻഡൻ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ 2026 നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള ഫ്രീഡമാണ് കിട്ടുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡം, അതുപോലെ എന്തും ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുന്നുണ്ട്. ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത്തും നിങ്ങളുടെ വിജയവുമാണ്. അതായത് നിങ്ങൾക്ക് ഒരു അഭിപ്രായമില്ലാതെ മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അടിമത്വമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുകയും നിങ്ങൾക്ക് എന്തിനേയും മാനേജ് ചെയ്യാനും എന്തിനേയും നേടാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. 2026 നിങ്ങൾക്ക് വരുന്ന മറ്റൊരു ബ്ലെസ്സിങ്സാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുക എന്നുള്ളത്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവും, അതാണ് യൂണിവേഴ്സ് പറയുന്നത്. തീർച്ചയായിട്ടും വലിയ ബ്ലെസ്സിങ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത് 2026. യെസ്, ഇവിടെ ദ എൻഡ് ഓഫ് എ സിറ്റുവേഷൻ ദാറ്റ് ബ്രിങ്സ് റിലീഫ്. അതായത് 2025 നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് റിലീഫ് കിട്ടും 2026. അതുപോലെ തന്നെ നിങ്ങളുടെ സങ്കടങ്ങൾ മാറുന്നതാണ്. നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ സന്തോഷവും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഷോൾഡറിൽ വലിയൊരു ഭാരം കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ, പാസ്റ്റിൽ നടക്കുന്ന സംഭവങ്ങളാണ്, എന്തെങ്കിലുമൊക്കെ ഭാരം നിങ്ങൾ ഷോൾഡറിൽ ചുമക്കുന്നുണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു റിലീഫ് കിട്ടും. അഡിക്ഷൻ ഇല്ലാതെയാകുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനി ഉണ്ടാവില്ല. നിങ്ങളത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാൻ സാധിക്കും. 2026 ഇപ്പോഴുള്ള അഡിക്ഷൻസ് ചിലപ്പോൾ മൊബൈൽ അഡിക്ഷൻസ് ആവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ആയിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. നിങ്ങളതിന് ചെയ്യില്ല. അത് എന്തുകൊണ്ടെന്നാൽ 2025 അതുകൊണ്ട് ഈ അഡിക്ഷൻസൊക്കെ കൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. മറ്റുള്ളവരുടെ പഴിചാരലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് 2026 നിങ്ങളത് കൊണ്ടുപോയില്ല, അതവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. യെസ്, ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വളരെ വിശ്വസിക്കാവുന്ന ഒരു പ്രണയം കിട്ടുന്നു എന്നുള്ളതാണ്. ആരോ നിങ്ങളിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അവർ നിങ്ങളെ പ്രണയിക്കുന്നതാണ്. അതാണ് ശരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വിശ്വാസപൂർവമുള്ള ഒരു പ്രണയം ലഭിക്കാം. ചിലപ്പോൾ ഹസ്ബൻഡിൽ നിന്നായിരിക്കാം, വൈഫിൽ നിന്നായിരിക്കാം, പാർട്ട്ണറിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ കൊളീഗ്സിൽ നിന്നായിരിക്കാം. കൂടാതെ മറ്റൊരാളിൻ്റെ മറച്ചു വെച്ച വികാരങ്ങൾ, അതായത് അവർക്ക് സ്നേഹം ഉണ്ടായിരിക്കാം പക്ഷെ അവർ കാണിക്കില്ല. ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ മറച്ചു വെച്ച ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ അവരെ വളരെയധികം സ്നേഹിക്കും. അവരോട് വളരെയധികം കരുണയായിരിക്കും നിങ്ങൾക്കുള്ളത്. കൂടാതെ നിങ്ങൾ അവരെ ഒരുപാട് കെയർ ചെയ്യും. ഇനി ചില ആൾക്കാർക്ക് അത് കിട്ടുന്നത് അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്, ഫ്രണ്ട്സിൽ നിന്നും തന്നെയാണ്. ചില പേർക്ക് അത് പാർട്ട്ണറിൽ നിന്നുമാകാം. അവർ വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. തിരിച്ചും നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഒരുപാട് സ്നേഹം തോന്നുന്നു. അങ്ങനെ ഈക്വലായിട്ടുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങാനും സാധിക്കുന്നു. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരു വിഷൻ, മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടും. അതാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ ഡീപ്പായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്തിരിക്കണം. ഉറക്കക്കുറവുള്ള ആൾക്കാരാണിത് വാച്ച് ചെയ്യുന്നതെങ്കിൽ നന്നായി ഉറങ്ങാനും നിങ്ങൾക്ക് മെഡിറ്റേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കൂടാതെ മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളിലെ പഴയ വിഷൻ മാറി പുതിയ ഒരു വിഷൻ ലഭിക്കുന്നു. ചില കാര്യങ്ങൾ സത്യമല്ലായിരുന്നു എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകാനായിട്ട് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. അതായത് സത്യത്തിൻ്റെ നേർക്കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ യുണീക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന ഒരു സത്യം നിങ്ങൾ എന്തായാലും മനസ്സിലാക്കും. ഇനി നിങ്ങൾ എന്ത് കാര്യമായാണോ മുന്നോട്ട് പോകുന്നത്, എന്ത് കാര്യമായാലും അതിനെ ലേസർ ഫോക്കസ് കൊടുക്കുക.
അതിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒറ്റ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. വേറെ ഒരു കാര്യത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ലഭിക്കുകയുള്ളൂ, റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ആ ഒരു കാര്യമാണ് ഈ ഒരു കാർഡിലൂടെ നിങ്ങളോട് പറയുന്നത്. അതായത് ആത്മാർത്ഥമായിട്ടും വളരെ സത്യസന്ധമായും ഹാർഡ് വർക്ക് ചെയ്യുക. സത്യസന്ധത നിങ്ങളോട് തന്നെയാണ് കാണിക്കേണ്ടത്. വെറുതെ അതിനുവേണ്ടി ടൈം കളയുകയല്ല ചെയ്യേണ്ടത്. അതിൽ വളരെ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുക. ഇവിടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായമായിരിക്കണമെന്നില്ല. അവർ ഏതെങ്കിലും കാര്യത്തിൽ വെറുതെ തർക്കിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാം. നിങ്ങൾ അവരുടെ ആ ഒരു ഡ്രാമ കണ്ടു നിൽക്കാതെ നിങ്ങളുടെ എനർജിയും സമയവും വേസ്റ്റ് ചെയ്യാതെ അവിടെ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വാക്ക് എവേ ഫ്രം ഡ്രാമ അൺലെസ് ദ സിറ്റുവേഷൻ ഈസ് റിയലി വർത്ത് യുവർ ടൈം, ദെൻ സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. വെരി അംബീഷ്യസ് പീപ്പിൾ. അതായത് അവർ അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടായിരിക്കും വെറുതെ ഡ്രാമ കളിക്കുന്നത്. അപ്പം അവിടെ നിങ്ങളുടെ അഭിപ്രായം അവരുമായിട്ട് യോജിക്കുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവിടെ ഞാൻ ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യരുത്. വളരെയധികം നല്ല രീതിയിൽ ചിന്തിച്ച് അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതുമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുമായിട്ട് മുന്നോട്ട് പോവുക. അവിടെ ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ചെയ്യരുത് എന്നുള്ളത്. ഇവിടെ വേൾഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സക്സസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും 2026 പൂർത്തിയാക്കും. അതിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ലഭിക്കുന്നത്, അംഗീകാരം കിട്ടും. അതേപോലെ തന്നെ എന്തും വാങ്ങിക്കാനുള്ള, എന്തും നേടാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടും. ആ ഒരു രീതിയിൽ നിങ്ങൾ ഉയർന്നു വരും. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യവും വാങ്ങാനും നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ അഭിമാനിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ചില പേർക്ക് വേറൊരു രാജ്യത്ത് പോയി പഠിക്കാനും ജോലിക്കും ഒക്കെ ആഗ്രഹം ഉണ്ടാവാം. അതും നിങ്ങൾക്ക് നടക്കും. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും സംരംഭമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് അതിനെക്കുറിച്ച് ചോദിക്കുക. യൂണിവേഴ്സുമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡസുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ്. മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡസുമായിട്ടും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾക്ക് ഇങ്ങനെയൊരു കാര്യം ചെയ്യാവുന്നതാണ്. അവിടെ ഒരു കൗൺസിലർ പോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അല്ലെങ്കിൽ ഏഞ്ചലിനോട് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി എന്തെങ്കിലും വലിയ ദുഃഖങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കളഞ്ഞു, എല്ലാം റിമൂവ് ചെയ്തു, ഇറേസ് ചെയ്തു, ഓക്കെ. പക്ഷേ എന്തെങ്കിലും മറക്കാൻ അത്രയ്ക്കും നിങ്ങൾ പറ്റുന്നില്ല എന്നുള്ള എന്തെങ്കിലും സങ്കടങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹീലാവുന്നതാണ്. അതിന് കാരണക്കാരായ വ്യക്തികളോ സിറ്റുവേഷൻസോ ഒക്കെ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ അത് ഹീൽ ചെയ്യും. അവരോ അല്ലെങ്കിൽ പാസ്റ്റിലെ എന്തെങ്കിലും സിറ്റുവേഷനോ ഒക്കെ നിങ്ങൾക്ക് ചലഞ്ചസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗ്രോത്ത് വരും. ഇനി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറിക്കിട്ടും. അതായത് മറ്റുള്ളവർക്ക് നിങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ 2025 ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറും. അതായത് അവർക്ക് നിങ്ങളുടെ നിരപരാധിത്വം മനസ്സിലാവും. ആ ഒരു സിറ്റുവേഷനും വരുന്നുണ്ട്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ലവ് മെസ്സേജസ്, ലവ് ഒറാക്കിൾ കാർഡ് നമുക്ക് റീഡ് ചെയ്യാം. യെസ്,
ഇവിടെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് റൈറ്റ് നൗ ടു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. അതായത് നിങ്ങൾ കുറച്ചൊന്ന് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വയ്ക്കുക ആൻഡ് സ്പെൻഡ് സം ടൈം എലോൺ. കുറച്ച് സമയം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് പ്ലേസിങ് യുവർ ഫോക്കസ് ഓൺ അനദർ. ഒന്നിലും നിങ്ങൾ ഫോക്കസ് കൊടുക്കണ്ട. നൗ ഈസ് ദ ടൈം ടു ഗീവ് ടു യുവർ സെൽഫ്. മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് തന്നെ കുറച്ച് സമയം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത് നിങ്ങൾക്കിപ്പോൾ ആവശ്യമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുക. ആ ഒരു കാര്യമാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഗീവ് താങ്ക്സ് ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ലവ് സൂൺ ടു കം യുവർ വേ. ഇനി ഒരുപാട് ബ്ലെസ്സിങ്സ് 2026 നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓർത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക. നിങ്ങൾക്ക് അഫർമേഷനായിട്ട് പറയാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബ്ലെസ്സിങ്സ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അങ്ങനെ നിങ്ങൾക്ക് പറയാം. നോ ദാറ്റ് യു ഡിസേർവ് ടു ബി ആൻഡ് ഹാവ് ഓൾ ദാറ്റ് യുവർ ഹാർട്ട് ട്രൂവിലി ഡിസൈർസ്. അതായത് നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്നവ തന്നെയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇവിടെ ബാലൻസ് നിങ്ങൾക്കൊരു അഡ്വൈസാണ്. ലവ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് എഗ്രീയിങ് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്. എ ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ഈസ് ഓൺ ദാറ്റ് ബോത്ത് സപ്പോർട്ട്സ് ആൻഡ് ചലഞ്ചസ്. അതായത് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമല്ല ഒരു പ്രണയം അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണറുടെ ചലഞ്ചസിൻ്റെ അവസ്ഥയിലും അതുപോലെ തന്നെ അവരുടെ നല്ല സമയത്തും നിങ്ങൾ ഒരേപോലെ തന്നെ കൂടെ നിൽക്കുക. ഇവിടെ നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് ഡോണ്ട് സ്റ്റോപ്പ്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കും, ഓ പ്രയോജനമൊന്നുമില്ല, അത് വെറുതെ ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോഴും അത് നിങ്ങൾ നിർത്തണ്ട. കാരണം അത് നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നതാണ്. നിങ്ങളത് കണ്ടിന്യൂ ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നാൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടാവും. അതായത് നിങ്ങളുടെ മനസ്സിൽ തറഞ്ഞു പോയിട്ടുള്ള ചില വിശ്വാസങ്ങളുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു വർഷം ചെയ്തിരിക്കും ഞാൻ എന്നുള്ള ദൃഢപ്രതിജ്ഞകളുണ്ടാവും. അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തടസ്സങ്ങൾ വരാം. അതായത് നിങ്ങൾക്ക് അതിനെ മറികടക്കാനായിട്ട് പറ്റില്ല. അത്രയും വലിയ തടസ്സങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വഴി തേടുക. പക്ഷേ ലക്ഷ്യം നിങ്ങൾ മാറ്റരുത്. അതാണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ്. ഇനി ഗണേശാസ് ബ്ലെസ്സിങ്സ് നമുക്ക് നോക്കാം. ഇവിടെ പെർസിവറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആനക്കൊമ്പിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ ആ ഒരു ആനക്കൊമ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് 2026 നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ആ ഒരു കാർഡിൻ്റെ അർത്ഥം. 28 എന്ന് പറയുന്നത് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആവാം, അല്ലെങ്കിൽ ഏജ് ആവാം. ഇനി ഇവിടെ രണ്ടാമത്തെ കാർഡ് പറയുന്നൊരു കാര്യം കൾട്ടിവേഷൻ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യരുത്, ഒരുപാട് വിഷമിക്കരുത്. വിഷമിക്കുകയും ചെയ്യരുത്, ഓവർ തിങ്കിങ് ചെയ്യുകയും ചെയ്യരുത്. പകരം നിങ്ങളുടെ മനസ്സ് വേറെ ചില കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക. സംഗീതം കേൾക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണോ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് ഓവർ തിങ്കിങ് വരുമ്പോൾ മാത്രം. അതായത് മാനസിക ഉല്ലാസം വളരെയധികം പ്രധാനപ്പെട്ടതാണെന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പം ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുകയും ഒരുപാട് സാഡായിട്ടിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഒഴിവാക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമില്ല. അത് നിങ്ങളുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് 2026 എന്തെങ്കിലുമൊക്കെ സങ്കടകരമായിട്ടുള്ള സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്തയിൽ നിന്ന് പെട്ടെന്ന് നിങ്ങളെ മാറ്റുക. നിങ്ങളുടെ ചിന്തകളെ മാറ്റുക. വേറൊരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കുക. മൂന്നാമത്തെ കാർഡ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളിൽ പേഴ്സണലായിട്ടുള്ള ഒരു മാറ്റം ഭഗവാൻ കൊണ്ടുവരും. അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകും. ചിലപ്പോൾ നിങ്ങൾക്കത് കുറച്ച് പേരുണ്ടാക്കും. എന്നിരുന്നാലും നിങ്ങളെ
ഭഗവാൻ മാറ്റും. കുറച്ച് പെയിൻ തന്നിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മാറും. നിങ്ങൾ മാറിക്കഴിയുമ്പോഴാണ് ആ ഒരു പെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലതായിരുന്നു എന്നൊരു സത്യം നിങ്ങൾ മനസ്സിലാകുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കാം. റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, ജോബായിരിക്കാം. പക്ഷേ കൂടുതൽ മെച്ചമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2026 വളരെയധികം വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും 2026 നല്ല ഒരു വർഷമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും അവരവരുടെ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്. ലവ് യു ഓൾ.